ശബരിമല യുവതീ പ്രശ്നം വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം കൂടി ആയി മാറുകയാണ്. അഭിലാഷേ, ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുന്നു ഈ ശബരിമല യുവതീ പ്രവേശം. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികളെത്തി. അവിടെ 7 കാര്യങ്ങൾ, അതിൽ ഭരണഘടനാപരമായ 7 കാര്യങ്ങൾ കൂടി തീർപ്പുണ്ടാക്കിയതിനു ശേഷം ഇതിൻ്റെ വാദം കേൾക്കാമെന്നുള്ളതാണ് സുപ്രീം കോടതി എടുത്ത നിലപാട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും അതിനകത്ത് ഇനി സമയമുണ്ടല്ലോ എന്ന നിലപാട്. ഇന്നലെയും ഇന്നുമായി പി രാജീവ് നിയമമന്ത്രി ശരിക്കും വളരെ തന്ത്രപരമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഞങ്ങളുടെ മുൻ നിലപാട് ഇതാണ് എന്നുള്ള കൃത്യം ആ വാചകം പറയാതെ ബാക്കി എല്ലാ മാധ്യമപ്രവർത്തകരോട് തർക്കിച്ച് വളരെ എന്ന് വെച്ചാൽ അതൊരു മാതൃകയാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലുള്ളവർ എങ്ങനെയാണ് ഇത്തരത്തിൽ വിവാദ പ്രശ്നങ്ങൾ വരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടത് ഒരു അബദ്ധവും വരാതെ എന്നുള്ളത് പി രാജീവിൻ്റെ കാര്യം പ്രത്യേക മാതൃക ആക്കേണ്ടതാണ്. എന്തായാലും പക്ഷേ പ്രതിപക്ഷം സർക്കാരിനെയും മുഖ്യമന്ത്രിയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ നിലപാട് പറ. ഈ വെല്ലുവിളിയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, ഈ വെല്ലുവിളി രാഷ്ട്രീയമാണ്. കാരണം യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് ഞങ്ങൾ എന്ന മുൻ നിലപാട്, അതായത് 2018 വിധി വരുമ്പോൾ ഉള്ള നിലപാട് വീണ്ടും സർക്കാർ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം. അപ്പോൾ അങ്ങനൊരു അവസരം മണ്ഡലത്തിൽ ഇവർ കാണിക്കില്ല. അതുകൊണ്ടാണല്ലോ പി രാജീവ് ഇതിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കാര്യം. 7 ചോദ്യങ്ങൾ, 7 കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് ആണ് 9 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിക്കുന്നത്. അതിൽ തീരുമാനമായിട്ടാണല്ലോ ശബരിമല പുനഃപരിശോധന ആവട്ടെ, ദാവൂദി ബോറ സ്ത്രീകളുടെ വിഷയമാവട്ടെ, പാഴ്സികളുടെ പിന്തുടർച്ചാവകാശമാവട്ടെ, ഇതൊക്കെ തീരുമാനിക്കേണ്ട അത്തരം ഹർജികൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യനിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും വരിക. അപ്പോൾ സർക്കാർ നിലപാട് അറിയിക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25-ൻ്റെയും 26-ൻ്റെയും പ്രയോഗം സംബന്ധിച്ച്, അതിലെ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ സാധ്യത സംബന്ധിച്ച്, കോടതിക്കുള്ള അധികാരം സംബന്ധിച്ചൊക്കെയുള്ള ഈ 7 ചോദ്യങ്ങളുടെ ഉത്തരം കോടതി കണ്ടെത്താനിരിക്കുമ്പോൾ ഞങ്ങൾ ആ വിഷയത്തിലെ നിലപാട് പറയുമെന്ന് പറഞ്ഞാൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായോ പ്രതികൂലമായോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPM അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ ഒരു നിലപാട് പറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ടെലിവിഷൻ ചർച്ചകളിൽ പോലും ഈ വിഷയത്തിൽ CPM പ്രതിനിധികൾ വന്നിരുന്നില്ല. വളരെ ടാക്ടിക്കലായിട്ടുള്ള സമീപനമാണ് അക്കാര്യത്തിൽ അവരെടുക്കുന്നത്. അതായത് പ്രവേശനത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ, ഇത് രണ്ടാണെങ്കിലും റിപ്പർക്കഷൻസ് ഉണ്ടാവും. രണ്ടാണെങ്കിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിലപാടൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ വിഷയം സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആർട്ടിക്കിൾ 25-ൻ്റെ പ്രയോഗം സംബന്ധിച്ച് അതിന് സ്കോപ്പും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ കോടതി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന ടാക്ടിക്കലായിട്ടുള്ള തന്ത്രപരമായ സമീപനമാണ് എടുക്കുന്നത്. മറ്റ് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച്, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചായാലും BJP-യെ സംബന്ധിച്ചായാലും അവർക്ക് ഈ വിഷയത്തിൽ ഒരു സുവർണാവസര പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് പക്ഷേ CPM-ന് തിരിച്ചും ചോദിക്കാവുന്നതാണ്. ഈ ശബരിമല വിധി വന്നപ്പോൾ 2018 വിധി വന്ന ദിവസം അതിനെ സർവാത്മന സ്വാഗതം ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കാം. ഒ രാജഗോപാൽ മാതൃഭൂമിയുടെ ശബരിമല സപ്ലിമെന്റിൽ സ്ത്രീ പ്രവേശനം, അത് 90-കളിലാണ്. 90-കൾ മുതൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടി പ്രത്യയശാസ്ത്രപരമായി നിലപാടെടുക്കുന്നവരാണ്. കേരളത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഒ രാജഗോപാലിന് ആ നിലപാടുണ്ട്. എന്തിന് RSSന്റെ കേരളത്തിലെ ഏറ്റവും വലിയ സൈദ്ധാന്തികൻ ആർ ഹരിയാണ്. ആർ ഹരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിരവധി വാദങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഈ വിധി വന്ന സമയത്ത് എന്തായിരുന്നു ജന്മഭൂമിയുടെ തലക്കെട്ട്, ഇനി സ്ത്രീകൾക്കും മല ചവിട്ടാം എന്നുള്ളതായിരുന്നു RSSന്റെ പ്രഖ്യാപിത നിലപാട്. സുവർണാവസരം എന്നൊരു കാര്യം കത്തുന്നവരെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാമല്ലോ, നിങ്ങളുടെ നിലപാട് മാറ്റിയില്ലേന്ന്. അപ്പോൾ ഈ നിലപാട് എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, തെരഞ്ഞെടുപ്പാണ് വിഷയം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസിന്റെ അഭിപ്രായം, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. രമേശ് ചെന്നിത്തല മാത്രമല്ല, പ്രതിപക്ഷം വിളിക്കുന്നത്. അതിനകത്ത് ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. 100% ഉറപ്പിക്കാം, ഇവർക്ക് ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ശബരിമല നന്നായി പോകാൻ വേണ്ടിയിട്ടോ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുക ഒന്നുമല്ല ലക്ഷ്യം. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു ചോദ്യം ഇട്ട് കൊടുക്കുന്നു. അതിൽ ആരെങ്കിലും കയറി കുത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാക്കിക്കൊണ്ടുവരിക, ആ പ്രശ്നത്തെ വലുതാക്കുക, അതിലൂടെ ഈ കുളം കലക്കുക, അതിൽ വോട്ട് പിടിക്കുക എന്നുള്ള നയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവരിങ്ങനെ നിലപാടെടുത്തതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു 2019. അതിനുശേഷം CPM വീടാന്തരം കയറി, കോടിയേരിയുടെ നേതൃത്വത്തിൽ കയറി അതൊരു തെറ്റായ നിലപാടായിരുന്നു എന്നുള്ളത് പറയുകയും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രശ്നത്തെ കവച്ചു വെക്കുന്ന വിജയം അവർ നേടിക്കഴിഞ്ഞില്ലേ എന്ന് മാത്രമല്ല, CPM ആയാലും LDF ആയാലും അന്നത്തെ ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം NSSുമായിട്ടും SNDPയുമായിട്ടും നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അത്തരം യാത്രകളൊന്നും അന്ന് നാമജപഘോഷയാത്ര നടന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് കോൺഗ്രസിന് അനുകൂലമായി വന്നത്. എന്നാൽ അന്ന് ഇരുമുടിക്കെട്ടുമായി പോയ സുരേന്ദ്രനൊന്നും കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. രമേശ് ചെന്നിത്തല ഭക്തനാണ്, അദ്ദേഹം ശബരിമലയിൽ പോകുന്ന വ്യക്തിയാണ്. പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ശബരിമലയിൽ പോകുന്ന ആളാണ്. ഇവർ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ആചാര സംരക്ഷണം എന്നുള്ളതാണല്ലോ അവരുടെ നിലപാട്.
അപ്പോൾ ആചാരം സംരക്ഷിക്കണമെന്ന് സർക്കാരും അങ്ങനെ ഒരു നിലപാടെടുക്കണമെന്ന് എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ചെയ്യൂ എന്നാണ് വെല്ലുവിളിക്കുന്നത്. അവിടെ നിങ്ങളുടെ വിശ്വാസം, ആചാര സംരക്ഷണം എവിടെ നിൽക്കുന്നു? അതോ അതിനകത്ത് ഈ രാഷ്ട്രീയ ചോര കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയാണോ അവർ കാണിക്കുന്നത്? 2018 ഈ CPM-ഉം ഭരണപക്ഷവും പ്രതിപക്ഷത്തോട് ചെയ്തത് എന്താ? സുപ്രീം കോടതി വിധി വന്ന സമയത്ത് പ്രതിപക്ഷത്തോട് സർക്കാർ ചോദിച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു, നിങ്ങൾ ആർക്കൊപ്പമാണ്? ജെൻഡർ ജസ്റ്റിസിനൊപ്പമാണോ? കോടതി വിധിക്കൊപ്പമാണോ? ഇപ്പോൾ ഉത്തരം പറയണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിനെ സമ്മർദ്ദത്തിലാക്കി. അന്ന് പ്രതിപക്ഷത്തിന് ശക്തമായൊരു നിലപാടെടുക്കാനൊന്നും പറ്റിയില്ല. ആളുകൾ നാമജപഘോഷയാത്രയായി NSS വന്നു. അല്ല, പിന്നീടാണ് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം ഒന്ന് പകച്ചത് ഈ അറ്റാക്ക് കൊണ്ടാണ്. അതിന് മുമ്പ് തന്നെ അവരുടെ സത്യവാങ്മൂലം കിടപ്പുണ്ടല്ലോ. നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഒരു പ്രൊപ്പഗൻഡ അങ്ങോട്ട് അടിച്ചു കയറിയ സമയത്ത് പ്രതിപക്ഷം ഒന്ന് ഷോക്കായി, നമ്മൾ പിന്തിരിപ്പന്മാരായി സംശയമുണ്ടായി. രണ്ടാമത് വിശ്വാസികൾ രംഗത്തിറങ്ങുന്നു. ആ സമയത്ത് ആ മൂവ്മെന്റിന്റെ കൂടെ പ്രതിപക്ഷം നിന്നു. അല്ലാണ്ട് പ്രതിപക്ഷ ഇനീഷ്യേറ്റീവ് ആയിട്ട് ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വിശ്വാസികൾ ഇറങ്ങി, അതിന്റെ കൂടെ UDF വന്നു, അതിന്റെ കൂടെ BJP വന്നു. അത്രേ ഉള്ളൂ. BJP ആദ്യം ശ്രീധരൻപിള്ള സ്വാഗതം ചെയ്യല്ലേ ചെയ്ത്. ഞാൻ ഈ വിധി വന്ന സമയത്ത് വാർത്ത വായിക്കാണ്. ആദ്യം കണക്ട് ചെയ്ത മഹിളാ കോൺഗ്രസിന്റെ അന്നത്തെ പ്രമുഖ നേതാവ് പറഞ്ഞത് ഞാൻ പിന്നെ ഈ നാമജപ ഘോഷയാത്രകൾ വന്നു, ഒരു വലിയ തോതിലുള്ള ജനങ്ങളുടെ ഇളക്കം വന്നു. അങ്ങനെ NSSന്റെ നേതൃത്വത്തിൽ പിന്നെ രാഹുൽ ഈശ്വറിന്റെ പേരിൽ കുറച്ച് സർക്കാരിന് മാറ്റാൻ പറ്റില്ല, CPM-ന് മാറ്റാൻ പറ്റില്ല. ട്രെൻഡ് മാറിയപ്പോഴാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും BJP കയറിയത്. ഇതിനകത്ത് ഈ യു-ടേൺ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലുള്ള 1-2 നേതാക്കൾ, നാഷണൽ ലെവലിലുള്ള നേതാക്കൾ നിലപാടെടുത്തെങ്കിലും പിന്നെ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ ഒന്നും അന്ന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പൊളിറ്റിക്കലി അവർ ശരിക്കും അതിനകത്ത് വിശ്വാസികളുടെ ഒപ്പമായിരുന്നു. ഇതിനകത്ത് സംശയം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ RSS-ഉം അതുപോലുള്ള സംഘപരിവാർ ഗ്രൂപ്പുകളാണ് ആദ്യം ഇതിനെ ശരിക്കും സ്വാഗതം ചെയ്യുകയും പിന്നീട് പിന്മാറുകയും ചെയ്തത്. NSS ഉള്ള സാമുദായിക സംഘടനകളാണ് ശരിക്കും ഇതിനകത്ത് ആത്മാർത്ഥമായി ജെന്യൂൻ ആയിട്ടൊരു നിലപാടെടുത്തത് ആദ്യം മുതൽ അവസാനം വരെ. പക്ഷേ NSSന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവത്തിൽ സർക്കാർ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതി വിധി എതിരായാൽ അത് ഞങ്ങൾ അക്രമ സമരത്തിനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും നിയമപരമായി പോരാടും എന്നാണ്. അല്ല, അവര് കക്ഷി ചേർന്നതാണ്. അവർ ഈ കേസിനകത്ത് കക്ഷി ചേർന്ന സംഘടനയാണ്. ശരിക്കും ഇതിനകത്ത് ജെന്യൂനായ ഒരു കക്ഷി NSS മാത്രമാണ്. അന്ന് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ വളരെ പുരോഗമനപരമായ ഒരു നിലപാടെടുക്കാം, ഈ പറയുന്ന പോലെ നവോത്ഥാനം നടപ്പാക്കാം എന്നുള്ള തെറ്റിദ്ധാരണ പാർട്ടിയിൽ ആർക്കൊക്കെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് മുന്നോട്ട് പോയി രാഷ്ട്രീയമായി തിരിച്ചടി കിട്ടിയപ്പോൾ അവർക്ക് കണ്ണു. ഞാൻ മനസ്സിലാക്കാനില്ല. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഭരണഘടനയാണോ വിശ്വാസമാണോ വലുത് എന്നുള്ള ഒരു ചോദ്യം ഒഴിക്കുന്നു. ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ സുപ്രധാനമായ കോടതി അവർ ഒരു തീരുമാനം പറയുന്നു, ഭരണഘടന ഉയർന്നു നിൽക്കും, ഭരണഘടനയ്ക്ക് താഴെ മാത്രമേ വിശ്വാസ സങ്കല്പങ്ങൾ വരുന്നുള്ളൂ. അതിനെ ഒരു ഭരണകൂടം എന്ന നിലയിൽ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഭരണഘടനയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിലും സംശയം വന്നത്, ഭരണഘടനാ ബെഞ്ചിലും സംശയം വന്നതല്ലേ? ഈ സംശയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആദ്യഘട്ടത്തിൽ സമൂഹത്തിലെ എല്ലാ ഭാഗത്തു നിന്നും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഉണ്ണി, അതിനകത്ത് ഒരു പിന്തിരിപ്പൻ തീരുമാനമാണെന്നല്ലേ പറയുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു സുപ്രീം കോടതി ഉത്തരവിടുവാണ്, തുല്യതയ്ക്കാണ് പ്രാധാന്യം, ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം, ഭരണഘടനാപരമായ കർത്തവ്യം നിറവേറ്റു എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ അത് ചെയ്യത്തില്ല എന്ന് പറയണമായിരുന്നോ? ചെയ്യില്ല. അതിപ്പോ അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാലും സാമൂഹികമായിട്ട് ഈ ആചാരം എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടും വിശ്വാസമല്ല വിശ്വാസികളുടെ മനസ്സിലിരിക്കുന്നിടത്തോളം അതൊരു പക്ഷെ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നതാവില്ല. ക്ഷേത്ര പ്രവേശന വിളംബരം ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ കേരളത്തിൽ നടപ്പായോ? ഇല്ല. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, നടപ്പാക്കാൻ പറഞ്ഞാൽ നടപ്പാക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ്. അതായത് പന്ത് കോർട്ട് സർക്കാരിന്റെ കോർട്ടിലല്ല,